മരുന്ന് കഴിച്ചാലാണ് അസുഖങ്ങൾ മാറാന്നല്ലേ പറയുന്നത്. പക്ഷേ സീനിച്ച് പറയുന്നത് ധ്യാനത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. എന്താണ് ഈ ഒരു സത്യാവസ്ഥ? ഡോക്ടർമാർ മരുന്ന് തരുമ്പോൾ നമുക്കത് മാറും തീർച്ചയായിട്ടും. പക്ഷേ പരിപൂർണ്ണമായിട്ട് നമുക്കത് മാറണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഡോക്ടർമാർ നമുക്ക് മരുന്ന് തരുമ്പോൾ അവരെന്താ പറയുക, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ 3 മാസം റെസ്റ്റ് എടുക്കണം കേട്ടോ. ശരീരത്തിന് മാത്രമല്ല റെസ്റ്റ്, മനസ്സിന് പരിപൂർണ്ണമായിട്ടുള്ള വിശ്രമം ലഭിക്കുമ്പോഴാണ് പ്രാണശക്തി അപാരമായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഹീലിംഗ് ആവുള്ളൂ. അപ്പോൾ നീ ഒന്നും ചിന്തിക്കരുത്, ഒരു ആലോചന ചെയ്യരുത്. നീ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞാൽ അതെങ്ങനെ പറയാം, മനസ്സിന് റെസ്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ ആ ദിവ്യമായിട്ടുള്ള അനുഭൂതി നമുക്ക് പറഞ്ഞു തരാനോ ഉപദേശിക്കാനോ ഡോക്ടർമാർക്ക് അറിഞ്ഞൂടാ. അവർക്ക് ഈ ഫിസിക്കൽ ബോഡിയെ കുറിച്ചുള്ള നോളജ് മാത്രമേ ഉള്ളൂ. മനസ്സാണ് എല്ലാത്തിനും കാരണം, എല്ലാ രോഗങ്ങളുടെയും കാരണം മനസ്സാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്തകൾ. ഇപ്പോൾ ഓവർ തിങ്കിങ് ചെയ്തവർക്ക് ഡിപ്രഷനോ ടെൻഷനോ ഒക്കെ കിട്ടില്ല. അവർ ഡോക്ടർക്ക് പോകുമ്പോൾ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിന്റെ ശക്തിയാണ്, അനാവശ്യ ചിന്തകൾ പ്രാണശക്തി അപാരമായിട്ട് നഷ്ടപ്പെടുന്നവർക്ക് മാനസിക ആരോഗ്യം ഉണ്ടാവും. അവർക്ക് ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇവർ എന്താ ചെയ്യണോ, ഡോക്ടർമാർ മൈക്ക് കെട്ട് ചെയ്യണം. അവർ എപ്പോഴും ഉറക്കത്തിലായിരിക്കും, എപ്പോഴും അവർക്ക് എണീറ്റിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നിദ്രമത്തിലായിരിക്കും, അവർ എപ്പോഴും ഉറക്കമത്തിൽ. അപ്പോൾ ആ മനസ്സ് ഒന്നും ചിന്തിക്കരുത്, ഇവർ അനാവശ്യമായിട്ടുള്ള ശക്തി ക്ഷണിച്ചിട്ട് ഓവർ തിങ്കിങ് ചെയ്തെന്ന് പറഞ്ഞാൽ മൈക്ക് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല എന്ന് ഒരുപാട് സ്റ്റിഗ്മയുള്ള ഫീൽഡാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 2 നമ്മളിപ്പോ കണ്ടത്. ഒന്ന്, ഡോക്ടേഴ്സിന് ശരീരത്തെ പറ്റി മാത്രമേ അറിയൂ, മനസ്സിനെ പറ്റി അറിയില്ല. ശാസ്ത്രീയമായി വർഷങ്ങളോളം ബ്രെയിനും അതിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയും പഠിക്കുന്നവരാണ് സൈക്യാട്രിസ്റ്റുകൾ. നിങ്ങൾ ഈ പറയുന്ന മനസ്സ് എന്ന് പറയുന്നത് തന്നെ ബ്രെയിൻ റിലേറ്റഡ് ഫംഗ്ഷൻസ് ആണ്. രണ്ടാമത്തെ കാര്യം, സൈക്യാട്രിക് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഉറക്കിക്കിടത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് പൊതുവെ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്നത് പോലെ ചില സൈക്യാട്രിക് മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഡ്രൗസിനെസ്സോ സ്ലീപ്പിനെസ്സോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇപ്പോൾ ആന്റി ഡിപ്രസൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലയന്റിനെ കൂൾ എനർജറ്റിക് ആക്കാൻ, അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്ന പ്രൊഫഷണൽസ് അല്ല, റീൽസ് എടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഫിസിക്കൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഇപ്പോൾ റീൽസ് കൂടുതൽ എടുക്കുന്നുണ്ട്. കാര്യം തെറ്റായ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളോട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നവരുടെ യോഗ്യത കൂടി പരിശോധിച്ചിട്ട് വേണം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. മെന്റൽ ഹെൽത്ത് അത്ര നിസ്സാരമായിട്ടൊരു കാര്യമായിട്ട് കണ്ട് എന്തും അഭിപ്രായം ആൾക്കാർ പറഞ്ഞ് അതുപോലെ സ്വീകരിച്ച് ലൈഫിൽ നിങ്ങളുടെ ഒരു മേജർ പാർട്ട് വെറുതെ പാഴാക്കി കളയരുത്.